السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم على نبينا محمد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا وأنفعنا ما علمتنا وزدنا علما. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരികളെ, ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ദുറൂസുൽ ലുഗത്തിൽ അറബിയ്യ ലിഗൈരി നാതിഖീന ബിഹ എന്ന അറബി ഭാഷാ പഠന കോഴ്സിലെ 6-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ തംരീനാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി എടുക്കാനുള്ളത്. നമ്മുടെ ടെക്സ്റ്റിലെ 37-ാമത്തെ പേജ്. ഈ തംരീന് കൊണ്ട് ലക്ഷ്യമാക്കുന്നത് ഇതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച അറബി ഭാഷ നിയമങ്ങളിലെ ചില ഭാഗങ്ങൾ എത്രത്തോളം നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന ഒരു ആത്മപരിശോധനയ്ക്കും മനസ്സിലാകാത്ത ഭാഗങ്ങളെ ഒന്നും കൂടെ ഉറപ്പിക്കുവാനും വേണ്ടിയാണ് ഈ ഒരു തംരീന്. നമുക്ക് വായിച്ചു നോക്കാം. തംരീൻ 3 എങ്ങനെയാണത് വായിക്കുക? നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇഖ്റഇൽ മിസാല വകവ്വിൻ ജുമലൻ അലാ ഗിറാറിഹി. ഇഖ്റഇൽ മിസാല വകവ്വിൻ ജുമലൻ അലാ ഗിറാറിഹി. ഉദാഹരണത്തെ വായിക്കുക. ഒരു ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? താഴെ ഒരു ഉദാഹരണം കൊടുത്തു, 1. അതിൻ്റെ മറുഭാഗത്ത് കൊടുത്തത് തംരീനിൽ പറഞ്ഞ ആ ഒരു വിഷയമാണ്. അത് വായിക്കുക. ഇഖ്റഇൽ മിസാല, ഉദാഹരണത്തെ വായിക്കുക. വകവ്വിൻ, കാന കവ്വിൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക എന്നതാണ്. കവ്വന, കവ്വിൻ, ഉണ്ടാക്കുക. ജുമലൻ, ജുംലകളെ, സെൻറ്റൻസുകളെ ഉണ്ടാക്കുക, സെൻറ്റൻസുകളെ ഉണ്ടാക്കുക. അലാ ഗിറാറിഹി, അലാ ഗിറാറിഹി. ഗിറാറിഹി എന്ന് പറഞ്ഞാൽ ഇൻ ദി സെയിം വേ എന്നാണ്, അതേ വഴിയിൽ എന്നർത്ഥം. ആ ഉദാഹരണത്തെ വായിച്ച്, ആ ഉദാഹരണത്തെ നിരീക്ഷിച്ച്, അതുപോലെ താഴെ കൊടുക്കുന്ന വാചകങ്ങളെ ക്രമീകരിക്കുക, സെൻറ്റൻസുകളാക്കി മാറ്റുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അലാ ഗിറാറിഹി എന്നത് ഈ ടെക്സ്റ്റിൽ ആവർത്തിച്ച് വരുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. 1-ാമത്തേത് നമ്മൾ വായിക്കുമ്പോൾ നമുക്കതൊന്നും കൂടെ മനസ്സിലാകും. 1-ാമത്തേത് വായിച്ചു നോക്കൂ. മുഹമ്മദുൻ ത്വാലിബുൻ. മുഹമ്മദുൻ ത്വാലിബുൻ. എന്താണ് അതിൻ്റെ അർത്ഥം? ത്വാലിബ് ഒരുപാട് തവണ ആവർത്തിച്ച് വന്ന ഒരു വാക്കാണ് ത്വാലിബ്, അല്ലേ? മുഹമ്മദ് ഈസ് എ സ്റ്റുഡൻറ്റ്. മുഹമ്മദ് ഒരു വിദ്യാർത്ഥിയാണ് എന്നതാണ്. മുഹമ്മദ് ഒരു വിദ്യാർത്ഥിയാണ്. എന്നാൽ മറുഭാഗത്ത് മുഹമ്മദുൻ എന്നതിന് പകരം വന്നതെന്താണ്? ആമിനത്തു എന്നാണ് വന്നത്. ആമിനത്തു. പിന്നെ വന്നതോ ത്വാലിബത്തുൻ. അപ്പോൾ മുഹമ്മദിന് പകരം ആമിന വന്നു. അപ്പോൾ ത്വാലിബുൻ എന്നതിന് പകരം എന്താണ് വന്നത്? ത്വാലിബത്തുൻ എന്നാണ് വന്നത്. ഇതിലെന്താണ് നമുക്ക് ഗ്രഹിക്കുവാനുള്ളത്? എന്താണ്? മുഹമ്മദ് വിദ്യാർത്ഥിയാണ്. അപ്പോൾ മുഹമ്മദ് വിദ്യാർത്ഥിയാണ് എന്ന് പറയുമ്പോൾ മുഹമ്മദുൻ ത്വാലിബുൻ എന്ന് പറയണം. എന്നാൽ അതേ സമയത്ത് അവിടെ ആമിന വരികയാണെന്നുണ്ടെങ്കിൽ, ആമിന എന്ന് വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? മുഹമ്മദുൻ, മുഹമ്മദുൻ എന്നതിന് എന്ത് വന്നിട്ടുണ്ട്? 2 തൻവീനിനെ കൊടുത്തിട്ടുണ്ട് ഇവിടെ, കണ്ടില്ലേ? ഡബിളാണ്. റഫ്ഉ തൻവീൻ, ലമ്മത്തൈൻ
2 ലൊമ്മ കൊടുത്തിട്ടുണ്ട്. മുഹമ്മദുൻ എന്നാണ് പറഞ്ഞത്. എന്നാൽ അതേ സമയത്ത് ആമിന വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ആമിന വന്ന സന്ദർഭത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? ആമിനത്തു എന്നാണ് വന്നത്. അവിടെ ആമിനത്തുൻ എന്ന് കൊടുത്തില്ല. നിങ്ങളൊന്നും കൂടെ പഴയ ഭാഗങ്ങളിലേക്കൊന്ന് മനസ്സോടിച്ചു നോക്കൂ. നമ്മൾ നേരത്തെ പഠിച്ച ഭാഗമാണത്. അല്ലെങ്കിൽ ഒരു ഭാഗം, ഒരു ചാപ്റ്ററിൽ ഒരു പേജ് തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സ്ത്രീകളുടെ നാമം വരുമ്പോൾ മറിയമു എന്നാണ് അവിടെ കൊടുത്തത്. ആയിഷത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ മറിയമുൻ എന്ന് പറയാൻ പാടില്ല, ആയിഷത്തുൻ എന്ന് പറയാൻ പാടില്ല. അവിടെ എന്താണ് നമ്മളത് പറഞ്ഞിരുന്നു? മംനുഉ മിനസ് സർഫ് എന്ന് പറഞ്ഞാൽ അതിന് തൻവീന് കൊടുക്കാൻ പാടില്ല, കെസറും കൊടുക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നമ്മൾ ഓർക്കുന്നുണ്ടോ എന്ന് ഇവിടെ പരിശോധിക്കുകയാണ്. ആമീനത്തു എന്ന് വായിക്കണം. താഴെ വരുമ്പോൾ അതേ രൂപത്തിലൂടെ അത് ക്രമീകരിക്കാൻ വേണ്ടിയാണ്. ത്വാലിബത്തുൻ, ആമീനത്തു ത്വാലിബത്തുൻ. ത്വാലിബത്തുൻ എന്നത് സ്ത്രീ വിഭാഗത്തെ അറിയിക്കുന്നതാണെങ്കിലും അതൊരു സ്ത്രീയുടെ നാമമല്ല, അതൊരു വിശേഷണമാണ്. അതുകൊണ്ട് തന്നെ അത്തരം വാക്കുകൾക്ക് നമുക്ക് തൻവീന് കൊടുക്കുന്നതിന് പ്രശ്നമില്ല, ത്വാലിബത്തുൻ എന്ന് പറയുന്നതിന് പ്രശ്നമില്ല. അപ്പോൾ ഇതേ രൂപത്തിൽ താഴെയുള്ള കാര്യങ്ങളെ, താഴെയുള്ള സെൻറ്റൻസുകളെ നമുക്ക് മാറ്റാൻ കഴിയണം. മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ശരി, രണ്ടാമത്തേത് നമുക്ക് എന്ത് ചെയ്യുക? നിങ്ങൾ വായിക്കേണ്ടതാണ്. രണ്ടാമത്തേത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാനതിൻ്റെ അർത്ഥമാണ് പറയുന്നത്. ഞാൻ അർത്ഥം പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അത് വായിച്ചു നോക്കുക. ആ വായനാ രീതി നമുക്കറിയുന്നുണ്ട്. രണ്ടാമത് അതിൻ്റെ ഉത്തരം വായിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ലഭിക്കും അല്ലേ? ഹാമിദ് ത്വബീബാണ്. ഹാമിദ് ത്വബീബാണ്. എന്താണ് ത്വബീബ് എന്ന് പറഞ്ഞാൽ? ഹാമിദ് ഈസ് എ ഡോക്ടർ. ഹാമിദുൻ ത്വബീബുൻ. ഹാമിദ് ഒരു ഡോക്ടറാണ്. എങ്കിൽ മറുഭാഗത്ത് കൊടുത്തത് എന്താണ്? ഫാത്തിമ അല്ലേ? ഫാത്തിമ ഒരു ഡോക്ടറാണ്, ഒരു ലേഡി ഡോക്ടറാണ് എന്ന് പറയണം. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഉത്തരം? ഒന്ന് വായിച്ചു നോക്കൂ മനസ്സിൽ. എന്താണ് അതിൻ്റെ ആൻസർ? എന്താണ്? ഫാത്തിമ തു എന്ന് വായിക്കണോ, അതല്ലെങ്കിൽ ഫാത്തിമ തുൻ എന്ന് വായിക്കണോ? ഫാത്തിമ തു എന്നാണ് വായിക്കേണ്ടത്. ഒറ്റ ദൊമ്മേ അവിടെ കൊടുക്കാൻ പാടുള്ളൂ അല്ലേ? ശരിയാണ്, ഫാത്തിമ തു. പിന്നെന്താ വേണ്ടത്? ഫാത്തിമ തു എന്ന് കഴിഞ്ഞാൽ ത്വബീബുൻ എന്നതിന് പകരം എന്ത് കൊടുക്കണം? ത്വബീബത്തുൻ എന്ന് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ഫാത്തിമത്തു ത്വബീബത്തുൻ. ഫാത്തിമത്തു ത്വബീബത്തുൻ. എന്തുകൊണ്ട്? ഫാത്തിമത്തു ത്വബീബത്തുൻ. ഫാത്തിമ സ്ത്രീയാണ്, അതുകൊണ്ട് തന്നെ ത്വബീബൻ എന്ന് പറയാൻ പാടില്ല, ത്വബീബത്തുൻ എന്ന് പറയണം. ഫാത്തിമ മംനുഉ മിനസ് സർഫിൽ പെട്ടതാണ്, അതുകൊണ്ട് ഫാത്തിമത്തുൻ എന്ന് പറയാൻ പാടില്ല, ഫാത്തിമത്തു ത്വബീബത്തുൻ. മാഷാഅല്ലാഹ്. ഇനി നമുക്ക് രണ്ടാമത്തേതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഉദാഹരണം നമ്മൾ പഠിക്കുന്ന ഭാഗം അഥവാ മൂന്നാമത്തെ തംരീനാണ്. നമുക്ക് വർക്ക് തരുന്നത് കൊണ്ടത് 2ആണ്. ശരി, മൂന്നാമത്തേത് എന്താണ്? ഹുവ മുസ്ലിമുൻ അല്ലേ? ഹുവ മുസ്ലിമുൻ. അപ്പോൾ ഇനി മറുഭാഗത്ത് എന്താണ്? ഹുവ എന്ന് പറയാൻ പാടുണ്ടോ? ഇല്ല, ഹിയ എന്ന് പറയണം അല്ലേ? സ്ത്രീ ഭാഗമാക്കി മാറ്റുമ്പോൾ ഹിയ. മുസ്ലിമുൻ എന്നത് എന്തായി മാറും? ഹിയ. പറഞ്ഞോളൂ, ഹിയ മുസ്ലിമത്തുൻ. ഹിയ മുസ്ലിമത്തുൻ. അപ്പോൾ ഹുവ എന്നതിൻ്റെ മുഅന്നസാണ് ഹിയ എന്ന്, മുസ്ലിമുൻ എന്നതിൻ്റെ മുഅന്നസാണ് എന്ത്? മുസ്ലിമത്തുൻ. അപ്പോൾ ഹിയ മുസ്ലിമത്തുൻ. നാലാമത്തെ നമുക്ക് നോക്കാം. 4 അൽ ബാബു മുഗ്ലഖുൻ. അൽ ബാബു മുഗ്ലഖുൻ. എന്താണ് അതിൻ്റെ അർത്ഥം? നേരത്തെ പഠിച്ച വാക്കുകളാണ് അതൊക്കെ. അൽ ബാബു ദ ഡോർ അല്ലേ? മുഗ്ലഖുൻ ഈസ് ക്ലോസ്ഡ്. മുഗ്ലഖുൻ യാനി മുഗ്ലഖുൻ മഅന മുഗ്ലഖ് എന്നാൽ അടച്ചതാണ്, വാതിൽ അടച്ചിട്ടിരിക്കുന്നു എന്നാണ്. വാതിൽ ക്ലോസ്ഡ് ആണ് എന്നർത്ഥം. ശരി, എങ്കിൽ മറുഭാഗത്ത് വന്നപ്പോഴോ എന്താ കൊടുത്തത്? ഉദാഹരണത്തിന് കൊടുത്തിട്ടുള്ളത് അന്നാഫിദത്തു എന്നതാണ്. നാഫിദത്തു എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ എന്ത് വേണം? അന്നാഫിദത്തു മുഗ്ലഖുൻ എന്ന് പറയുമോ? അന്നാഫിദത്തു മുഗ്ലഖത്തുൻ.
മുഗ്ലഖത്തുൻ. അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ എഴുതിയത്? അന്നാഫിദത്തു മുഗ്ലഖത്തുൻ. മുഗ്ലഖത്തുൻ യാനി മുഗ്ലഖ് എന്നതിൻ്റെ മുഅന്നസാണ്. ജനൽ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നാഫിദത്ത് യാനി വിൻഡോ അല്ലേ, ജനൽ. മുഗ്ലഖത്തുൻ അത് അടച്ചിട്ടിരിക്കുന്നു. ശരി, അഞ്ചാമത്തെ നോക്കൂ. അഞ്ചാമത്തേത് എന്താ? അൽ മിന്ദീലു വസിഹുൻ. അൽ മിന്ദീലു വസിഹുൻ. മിന്ദീൽ, മിന്ദീൽ യാനി കർച്ചീഫ് അല്ലേ, ടവൽ. അൽ മിന്ദീലു വസിഹുൻ. വസിഹുൻ മലിനമാണ്, ഡേട്ടി. വസിഹുൻ മലിനമാണ്, ചളി പുരണ്ടതാണ് എന്നർത്ഥം. അൽ മിന്ദീലു വസിഹുൻ, അത് അഴുക്ക് പുരണ്ടതാണ്. ടവൽ അഴുക്ക് പുരണ്ടതാണ്, കർച്ചീഫ് അഴുക്ക് പുരണ്ടതാണ്. ശരി, അടുത്തതെന്താണ്? ഇവിടെ നമുക്ക് നല്ലപോലെ ശ്രദ്ധിച്ചെങ്കിലേ എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു ആൻസർ നമുക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം കഴിഞ്ഞ പാഠത്തിൽ അത് നമ്മൾ ശരിക്കും പഠിച്ചിട്ടുണ്ട്. അൽ യദു. അൽ യദു എന്താ വേണ്ടത്? അൽ യദു വസിഹുൻ എന്ന് പറയുമോ? അൽ യദു വസിഹുൻ എന്നാണോ വേണ്ടത്? അതല്ല, അവിടെ വസിഹത്തുൻ എന്ന് വേണോ? അൽ യദു വസിഹുൻ എന്ന് വേണോ, വസിഹത്തുൻ എന്ന് വേണോ? ആലോചിച്ച് നോക്കൂ. അൽ യദു കണ്ടാൽ യദിന് മാച്ചാകുന്നത് ഏതാണ്? വസിഹുൻ എന്നാണ്. കാരണം അതൊരു പെണ്ണിൻ്റെ അടയാളങ്ങളൊന്നും അവിടെ ഇല്ലല്ലേ. പെണ്ണിൻ്റെ അടയാളങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താ ഉണ്ടാവും. താഇന് മുസ്ലിമത്ത്, അതുപോലെ തന്നെ നാഫി, നാഫിദത്ത്, ഇതൊക്കെ പെണ്ണിൻ്റെ അടയാളം. പക്ഷേ യദിലെന്തില്ല? അങ്ങനെ ഒരു പെണ്ണിൻ്റെ അടയാളമൊന്നുമില്ല. അപ്പോൾ അൽ യദു വസിഹുൻ എന്ന് പറയുമോ? ഇല്ല. കാരണം എന്താണ്? യദ്, കൈ എന്നത് എന്താണ്? കൈ എന്നത് മനുഷ്യ ശരീരത്തിലെ അവയവമാണ്. 2 അവയവങ്ങളുണ്ട് അല്ലേ? കൈ എന്ന് പറയുമ്പോൾ 2 കൈയുണ്ട്. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ അവയവങ്ങൾ, ഈ 2 അവയവങ്ങൾ അഥവാ 2 അവയവങ്ങളുള്ള ഓരോന്നും അത് സ്ത്രീ വിഭാഗത്തെയാണ് അറിയിക്കുന്നത് എന്ന് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? കൈ, അതുപോലെ തന്നെ കാല്, കണ്ണ്, ചെവി, ഇവയെല്ലാം മുഅന്നസിനെ അറിയിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അൽ യദു എന്നത് എന്താണ്? മനുഷ്യ ശരീരത്തിലെ 2 അവയവങ്ങൾ ഉള്ള കൈ എന്നതായതുകൊണ്ട് തന്നെ അൽ യദു വസിഹുൻ എന്ന് പറയാൻ പാടില്ല. അവിടെ എന്ത് വേണം? അൽ യദു വസിഹത്തുൻ എന്നാണ് പറയേണ്ടത്. അൽ യദു വസിഹത്തുൻ എന്ന് പറയണം. ശരി, ഇനി താഴെ വരുന്ന നിയമങ്ങളൊക്കെ ഇതേ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യണം? മനുഷ്യ ശരീരത്തിൽ അവയവങ്ങൾ വരുമ്പോൾ ഈ രൂപത്തിലൂടെ ഒന്ന് നമ്മൾ ചിന്തിച്ചിട്ട് വേണം ആൻസർ പറയാൻ. ശരി, ആറാമത്തെ നോക്കിക്കോളൂ. അഷായു ഹാറുൻ. അഷായു ഹാറുൻ എന്താണ് അതിൻ്റെ അർത്ഥം? ചായ ചൂടുള്ളതാണ് അല്ലേ? അഷായ്, ദ ടീ. ചായ ഹാറുൻ അതെന്താണ്? ചൂടുള്ളതാണ്, ഹോട്ട്. എങ്കിൽ അൽ ഖഹ്വതു. അൽ ഖഹ്വതു കോഫി അല്ലേ? ഖഹ്വ എന്ന് പറഞ്ഞാൽ കോഫിയാണ്. കോഫി എന്താണ്? ഹാറുൻ എന്ന് പറയുമോ? ഇല്ല. അവിടെ എന്ത് പറയണം? ഖഹ്വത്തിന് ഓട് ചേർത്ത് ഹാറ് പറയുകയാണെങ്കിൽ അൽ ഖഹ്വതു ഹാറത്തുൻ എന്ന് പറയണം. അൽ ഖഹ്വതു ഹാറത്തുൻ. ഹാറത്തുൻ എന്ന് പറഞ്ഞാൽ ചൂടുള്ളതാണ്. ഹാറുൻ എന്നതിൻ്റെ മുഅന്നസ് ഹാറത്തുൻ. ശരി, ഏഴാമത്തെ നോക്കൂ. അൽ മസ്ജിദു ബഈദുൻ. അൽ മസ്ജിദു ബഈദുൻ, ദ മോസ്ക്, പള്ളി. ബഈദുൻ അത് ദൂരെയാണ്, അത് ദൂരെയാണ്. എങ്കിൽ മസ്ജിദിന് പകരം മദ്രസ വെച്ചാലോ? അൽ മദ്രസത്തു ബഈദത്തുൻ. ബഈദുൻ എന്നതിൻ്റെ മുഅന്നസാക്കി മാറ്റുമ്പോൾ ബഈദത്തുൻ എന്ന് കൊടുക്കണം. എട്ടാമത്തേത് അത്വാലിബു മരീലുൻ. അത്വാലിബു മരീലുൻ, യെസ്, ദ സ്റ്റുഡൻറ്റ് ഈസ് സിക്ക് അല്ലേ? വിദ്യാർത്ഥി ആരാണ്? രോഗിയാണ്. മരീലുൻ അവൻ രോഗിയാണ്. അപ്പോൾ അത്വാലിബത്തു, അപ്പോൾ ആൻസർ എന്താണ്? അത്വാലിബത്തു എന്നാക്കുമ്പോൾ മരീലത്തുൻ. ശരി, അടുത്തത് നോക്കൂ. ഇപ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി, ഇനി വേഗം പോകാം. അൽ ഹിസാനു സരീഉൻ. അൽ ഹിസാനു സരീഉൻ കുതിര വേഗതയുള്ളതാണ്. എങ്കിൽ അസ്സയ്യാറത്തു ഹിസാൻ, സരീഉൻ അതിന് പകരം സയ്യാറത്ത് പെൺവിഭാഗത്തെ അറിയിക്കുന്നു. അസ്സയ്യാറത്തു സരീഅത്തുൻ. അസ്സയ്യാറത്തു സരീഅത്തുൻ. ശരി, അൽ ഖമറു ജമീലുൻ.
അൽ ഖമറു ജമീലുൻ, ഖമർ, ഖമർ എന്താണ്? ആ ചന്ദ്രൻ ജമീലുൻ ഇസ് എ ബ്യൂട്ടിഫുൾ, അത് ഭംഗിയുള്ളതാണ്. എന്നാൽ അവിടെ അൽ ഖമറു ജമീൽ, ഖമർ ചന്ദ്രൻ എന്താണ്? ആൺ വിഭാഗത്തെയാണ്, മുദക്കറിനെയാണ് അറിയിക്കുന്നത് എങ്കിൽ അശംസു, അശംസു ജമീലത്തുൻ, അശംസു ജമീലത്തുൻ, ഷംസ് പെണ്ണിനെയാണ് അറിയിക്കുന്നത്. അതുകൊണ്ടാണ് ഖുറാനിൽ വശംസു തജ്രി എന്നാണ് പറയാം. വൽ ഖമറ ഖദ്ദർനാഹു എന്നാണ് പറഞ്ഞത്. ഖമർ അവിടെ ഖദ്ദർനാഹു, ആ ഹു എന്നുള്ളത് ആണിനെ അറിയിക്കുന്നതാണ്. വശംസ് സൂര്യൻ, തജ്രി അവിടെ ആ താ പെണ്ണിനെ അറിയിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഖുർആനിലെ ആയത്ത് പ്രകാരം ഷംസ് അത് മുഅന്നസിനെ അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ അഷംസു ജമീലത്തുൻ എന്ന് പറയണം. 11-ാമത്തേത് അൽ ബാബു ജാലിസുൻ, അൽ ബാബു ജാലിസുൻ, മറുഭാഗത്ത് കൊടുത്തത് അൽ ഉമ്മു ജാലിസത്തുൻ, അൽ ഉമ്മു ജാലിസത്തുൻ. ശരി, 4-ാമത്തെ തംരീനിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എന്താണ് വായിക്കുന്നത്? 4-ാമത്തേത് സഹിഹ് അൽ ജുമൽ അൽ ആത്തിയത്ത, സഹിഹ് ശരിയാക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. സഹീഹാക്കുക, ശരിയാക്കുക. അൽ ജുമല ജുംലകളെ, അൽ ആത്തിയത്ത താഴെയുള്ള ജുംലകളെ ശരിയാക്കുക. ശരി, താഴെയുള്ള ജുംലകൾ തെറ്റാണ്, അതിനെ നമ്മൾ ശരിയാക്കണം. എന്തായിരിക്കും അതിലെ തെറ്റെന്താണ്, എന്തുകൊണ്ടാണത് തെറ്റിയത് എന്ന് മനസ്സിലാക്കി നമ്മൾ അതിനെ തിരുത്തുമ്പോൾ വീണ്ടും നമ്മൾ ഭാഷയിൽ ചില കാര്യങ്ങൾ നമ്മളുടെ ഹൃദയത്തിലേക്ക് ഏറ്റി അതിനെ ഉറപ്പിക്കുകയാണ്. ശരി, ഹഖീബത്തു മൻ ഹാദ, എന്താ അപ്പം അതിലെ തെറ്റ്? ഹഖീബത്തു മൻ ഹാദ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹഖീബത്ത് ബാഗിലെ, ബാഗ്, മൻ ആര്, ഹാദ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ബാഗ് ആരുടേത് എന്ന് പറയണം. ഈ ബാഗ് ആരുടേത് എന്നാണ്, പക്ഷേ എഴുതിയത് തെറ്റാണ്. എന്തായിരിക്കും തെറ്റ്? എന്തായിരിക്കും തെറ്റ്? നേരത്തെ പഠിച്ച ഭാഗമാണ്. ഹഖീബത്ത് എന്നത് എന്താണ്? ഹഖീബത്ത് എന്നത് മുഅന്നസാണ്, സ്ത്രീ വിഭാഗത്തെ അറിയിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് എന്ന് ഹഖീബത്തിലേക്ക് ചൂണ്ടുമ്പോൾ ഹാദ എന്ന് പറയാൻ പറ്റില്ല. പെൺ വിഭാഗത്തെ അറിയിക്കാൻ ഹാദക്ക് പകരം എന്താണ് ഉപയോഗിക്കേണ്ടത്? ഹാദിഹി എന്നാണ്. അപ്പം അതിൻ്റെ ആൻസർ എന്തായിരിക്കുമെന്ന് പറഞ്ഞു നോക്കൂ. ഹഖീബത്തു മൻ ഹാദിഹി, ഹഖീബത്തു മൻ ഹാദിഹി. ശരി, അടുത്തത് 2-ാമത്തെ വായിക്കാം. അൽ ഗുർഫത്തു മഫ്തൂഹൻ എന്നാ കൊടുത്ത്. അൽ ഗുർഫത്തു, ഗുർഫത്ത് എന്താണ്? ഗുർഫത്ത് അല്ലേ? എന്താണ് ഗുർഫത്ത്? റൂമാണ്. അതാണാണോ പെണ്ണാണോ? ഗുർഫത്ത് അവസാന അല്ലേ താ ഉൽ മർബൂത്തയുണ്ട്. അതുകൊണ്ട് അതെന്താണ്? അത് മുഅന്നസിനെ അറിയിക്കാൻ. അതുകൊണ്ട് മഫ്തൂഹൻ എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കണം. അൽ ഗുർഫത്തു മഫ്തൂഹൻ ശരിയാണോ? എവിടെയാണ് തെറ്റ്? മഫ്തൂഹൻ എന്നതിനെ മാറ്റണം. എങ്ങനെ മാറ്റും നമ്മൾ? അതിന് പെണ്ണാക്കി മുഅന്നസാക്കി മാറ്റണം. അപ്പോൾ എങ്ങനെയാണ്? അൽ ഗുർഫത്തു മഫ്തൂഹത്തുൻ, അൽ ഗുർഫത്തു മഫ്തൂഹത്തുൻ എന്ന് പറയണം. ശരി, 3-ാമത്തേത് നോക്കൂ. ഹാദ സയ്യാറത്തു ത്വബീബ്, ഹാദ സയ്യാറത്തു ത്വബീബ്. സയ്യാറത്ത് എന്താണ്? സയ്യാറത്ത്, സയ്യാറത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? സയ്യാറത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അത് പിന്നെ കാറാണല്ലേ? ശരി, ആ സയ്യാറത്ത് മുദക്കറാണോ മുഅന്നസാണോ എന്ന് നോക്കുമ്പോൾ എന്താ നമുക്ക് പറയാനുള്ളത്? അത് മുദക്കറാണോ മുഅന്നസാണോ? മുഅന്നസാണത്, അത് സ്ത്രീ വിഭാഗത്തെ അറിയിക്കുന്നതാണ്. അപ്പോൾ അവിടെ ഹാദ എന്നുള്ളത് മാച്ചാകുമോ? ശ്രദ്ധിക്കണമല്ലേ, ഹാദ എന്നുള്ളത് അവിടെ മാച്ചാവുകയില്ല. അപ്പോൾ എന്ത് വേണം? ഹാദിഹി എന്ന് കൊടുക്കണം. അപ്പോൾ ഉത്തരം എന്തായിരിക്കും? ഹാദിഹി സയ്യാറത്തു ത്വബീബി, ഹാദിഹി സയ്യാറത്തു ത്വബീബി. എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്താണ്? ഇത് ഡോക്ടറുടെ കാറാകുന്നു, ഇത് ഡോക്ടറുടെ കാറാകുന്നു. ശരി, 4-ാമത്തേത് നോക്കാം. ഹാദിഹി മിഫ്താഹു സയ്യാറത്തി, ഹാദിഹി മിഫ്താഹു സയ്യാറത്തി. എന്താണ് തെറ്റ്? മിഫ്താഹി എന്നത് എന്താണ്? മുദക്കറാണ്. മുദക്കർ എന്നാൽ പുല്ലിംഗമാണ്, പുരുഷ വിഭാഗത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഹാദിഹി എന്ന് പറയില്ല, അവിടെ എന്ത് വേണ്ടി വരും? ഹാദ. അപ്പോൾ ഉത്തരം ഒന്ന് ചേർത്ത് പറഞ്ഞു നോക്കൂ. ഹാദ മിഫ്താഹു സയ്യാറത്തി, ഇത് കാറിൻ്റെ ചാവിയാകുന്നു. ശരി, അടുത്തത് നോക്കാം നമുക്ക്. 5-ാമത്തേത്
അഞ്ചാമത്തേത് ഒരു ചോദ്യമാണല്ലേ. എന്താണ് കൊടുത്തേ? ഐന സയ്യാറത്തു, ഐന സയ്യാറത്തു. എന്തെങ്കിലും തെറ്റതിലുണ്ടോ? കാർ എവിടെയാണ്? എന്തെങ്കിലും തെറ്റുണ്ടോ? അതിൽ തെറ്റൊന്നും കാണുന്നില്ല. ശരി, പക്ഷേ അതിൻ്റെ ആൻസർ പറഞ്ഞു നോക്കൂ. ഹുവ ഫിഷാരി, ഹുവ ഫിഷാരി. എന്താണ് അതിൻ്റെ അർത്ഥം? അത് റോട്ടിലാണ് കാറ്. പക്ഷെ അവിടെ സയ്യാറത്ത്, എന്താണ് സയ്യാറത്ത്? സയ്യാറത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുക സയ്യാറത്ത് കാർ, അത് പെൺവിഭാഗത്തിൽപ്പെട്ടതാണ്. അതിനെ ഉദ്ദേശിച്ചു കൊണ്ട് ഹുവ എന്ന് പറയാൻ പറ്റില്ല. അവിടെ എന്ത് വേണം? ഹിയ എന്ന് പറയണം. ഹിയ ഫിഷാരി. അവിടെ പറയേണ്ടത് ഹുവ എന്നതിന് പകരം എന്ത് പറയണം? അവിടെ പറയേണ്ടത് ഹിയ ഫിഷാരി എന്നാണ്. അതിൻ്റെ ആൻസർ ഹിയ ഫിഷാരി. ഹുവ എന്നതിന് പകരം നമ്മൾ ഹിയ എന്നതാണ് ചേർക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ ഈ ഒരു വിഷയത്തിൽ ഒന്നും കൂടെ മുദക്കറും മുഅന്നസും പ്രയോഗിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ രൂപങ്ങൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി. അഞ്ചാമത്തേത് വായിക്കാം നമുക്ക്. അഞ്ചാമത്തെ തംരീൻ എങ്ങനെയാണ് വായിക്കുമെന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇഖ്റ, അല്ലേ? ഇഖ്റ. പിന്നെയോ വക്തുബ് മഅലബ്തി അവാഖിരിൽ കലിമാത്തി. ഇഖ്റ, റീഡ് ആൻഡ് റൈറ്റ്. ഇഖ്റ വക്തുബ് മഅലബ്തി, വിത്ത് കറക്റ്റിംഗ്, അഥവാ ലബ്ത്തോടുകൂടി, വ്യവസ്ഥയോടുകൂടി. അവാഖിരിൽ കലിമാത്ത്, എന്തിനെ? കലിമത്തുകളുടെ എൻഡുകൾ, അഥവാ വാചകങ്ങളുടെ, വാക്കുകളുടെ അവസാനത്തെ കറക്റ്റ് ചെയ്തുകൊണ്ട് വായിക്കുക. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പഠിച്ച നിയമങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടോ? ആ നിയമങ്ങൾ വെച്ചുകൊണ്ട് വായിക്കാൻ കഴിയുന്നുണ്ടോ എന്നതാണ് ഇവിടെ പരിശോധിക്കുന്നത്. ഒന്നാമത്തെ വായിച്ചു നോക്കൂ. ഞാനതിൻ്റെ അർത്ഥമാണ് പറയുന്നത്. ആ അർത്ഥം പറയുമ്പോൾ നിങ്ങളെങ്ങനെ വായിച്ചു നോക്കണം. എന്നിട്ട് ഞാനതിൻ്റെ ആൻസർ പറയുമ്പോൾ നിങ്ങൾ വായിച്ചത് ശരിയാണോ എന്ന് നോക്കണം. എങ്ങനെയാണ് വായിക്കുക? ഇത് മുഹമ്മദിൻ്റേതാണ്, അത് ഹാമിദിൻ്റേതാണ്. ആ അർത്ഥം ലഭിക്കുന്ന രൂപത്തിൽ എങ്ങനെയാണ് നമ്മളതിനെ വായിക്കുക? ഇത് മുഹമ്മദിൻ്റേതാണ്, അത് ഹാമിദിൻ്റേതാണ് എന്നെങ്ങനെ വായിക്കും? നിങ്ങൾ കണ്ടെത്തുക. രണ്ടാമത്തേത് ഇതാരുടേതാണ് എന്നതാണ്. ഇതാരുടേത് എന്നർത്ഥം ലഭിക്കുന്ന രൂപത്തിൽ നമുക്കിതിനെ വായിക്കണം. രണ്ടാമത്തേത്. എന്നിട്ട് പറയുന്നത് യാസിറിൻ്റേതാണ്, അതെങ്ങനെ വായിക്കും? മൂന്നാമത്തേത് സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു, നമുക്കറിയാവുന്ന വാക്കാണ്. നാലാമത്തേത് മശ്രിഖും മഗ്രിബും അള്ളാഹുവിൻ്റേതാണ്. ഇനി ഇതിൻ്റെ ആൻസർ നമുക്ക് വായിച്ചു നോക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ കണ്ടെത്തിയ ആൻസർ ശരിയാണോ എന്ന് നോക്കാം. യെസ്. ഒന്നാമത്തേത് ഹാദാ ലി മുഹമ്മദിൻ വദാലിക ലി ഹാമിദിൻ. ഇത് മുഹമ്മദിൻ്റേതാണ് എന്ന് ഇങ്ങനെയാണ് വായിക്കുക. ഹാദാ ലി മുഹമ്മദിൻ, അത് ഹാമിദിൻ്റെ. വദാലിക ലി ഹാമിദിൻ, അത് ഹാമിദിൻ്റേതാണ്. നിങ്ങൾ എഴുതിയത് വായിച്ചത് ശരിയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. രണ്ടാമത്തേത് ഇത് ആരുടേതാണ്? ലിമൻ ഹാദിഹി, ലിമൻ ഹാദിഹി, ഹാദിഹി ലിയാസിരിൻ, ഹാദിഹി ലിയാസിരിൻ. ഇത് ആരുടേതാണ്? ഇത് യാസിറിൻ്റേതാണ്. ശരി. മൂന്നാമത്തേത് അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് ലില്ലാഹി എന്ന് വായിക്കണം, അല്ലേ? അൽഹംദുലില്ലാഹി എന്ന് പറഞ്ഞാൽ ലീ വന്നാൽ ശേഷം വരുന്നതിന് ജറ് കൊടുക്കണം. അൽഹംദുലില്ലാഹ്. അടുത്ത നാലാമത്തേതോ ലില്ലാഹിൽ മശ്രിഖ് വൽ മഗ്രിബ്, ലില്ലാഹിൽ മശ്രിഖ് വൽ മഗ്രിബ്, അള്ളാഹുവിൻ്റേതാണ് കിഴക്കും പടിഞ്ഞാറും. അപ്പോൾ ഈ ഒരു തംരീനിൽ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ലി മുഹമ്മദിൻ, മുഹമ്മദിൻ്റേത്. ലി ഹാമിദിൻ, ഹാമിദിൻ്റേത്. ലി യാസിറിൻ, യാസിറിൻ്റേത്. ലില്ലാഹി, അള്ളാഹുവിൻ്റേത്. ലില്ലാഹി, അള്ളാഹുവിൻ്റേത്, അല്ലെങ്കിൽ അള്ളാഹുവിനുള്ളത് എന്നിങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥം. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ശരി. അൽ കലിമാത്തുൽ ജദീദ, ഈ പാഠഭാഗത്തിലെ പുതിയ വാക്കുകളാണ് പറയാനുള്ളത്. ഒന്ന് വേഗം വായിച്ചു പോകാം, സമയമെടുക്കുന്നില്ല. അൽ മിഖ്വാത്ത്, അല്ലേ? മിഖ്വാത്ത് ഓർമ്മയുണ്ടല്ലോ. എന്തായിരുന്നു അതിൻ്റെ അർത്ഥം? അയൺ ബോക്സ്. അദ്റാജത്തു, സൈക്കിൾ. അൽ മിൽഅഖത്തു, സ്പൂൺ. അൽ ഖിദർ, പോട്ട്, അല്ലേ? അൽ ബഖറത്തു, പശു. അൽ ഫല്ലാഹു, അൽ ഫല്ലാഹു, കർഷകൻ. അൽ അൻഫു, മൂക്ക്. അൽ ഫമു, വായ. അൽ ഉദ്നു, ചെവി. അൽ യദു, കൈ. അൽ റിജ്ലു, കാൽ. അഷായ്,
ചായ, അൽ ഉമ്മു ഉമ്മ, അസല്ലാജത്തു ഫ്രിഡ്ജ്, അൽ ഖഹ്വ കോഫി, സരീഉൻ വേഗതയുള്ളത്, നാഫിദത്തു വിൻഡോ, ജിദ്ദൻ വളരെ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ വെരി എന്ന അർത്ഥമാണ് ജിദ്ദൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇതിലാദ്യം പറഞ്ഞ അൽ കലിമാത്തുൽ ജദീദ എന്നതിൽ മിൽഅഖത്ത് സ്പൂൺ, ഖിദർ, ഖിദറിന് എന്തായിരുന്നു നേരത്തെ? ഖിദർ എന്ന് പറഞ്ഞാൽ നമ്മളതിന് അർത്ഥം പറഞ്ഞത് പോട്ട് എന്ന് പറഞ്ഞാൽ പാത്രം, ആ പാത്രത്തിലെ കലം, അതാണ് എന്ത് ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ചട്ടി, ഇതിനൊക്കെ ഖിദർ എന്ന് ഉപയോഗിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗം നമുക്ക് വീണ്ടും എടുക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.